ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിനാണ് കേട്ടോ. എന്താവശ്യത്തിനാണ് നമ്മൾ പോകുന്നത് എടുക്കുന്നതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പുറകെ പറഞ്ഞു തരാവേ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഷോപ്പിംഗ് നടത്തുന്നതായിരുന്നു കേട്ടോ. നമ്മളതിനെ കയറിയത് നമ്മുടെ ചെങ്ങന്നൂരെ വിശാൽ മെഗാ മാർട്ടിലായിരുന്നു. കിഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ചെറിയ കുട്ടി ഉടുപ്പും ചെറിയ ചെരുപ്പും ഒക്കെ വാങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അത് കാരണം സൈഡിലൊന്നും തട്ടുകടയോ സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചങ്ങനാശ്ശേരിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു തട്ടുകട കിട്ടി. അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ വീണ്ടും വിട്ടു കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് പോകുന്നത്. കാരണം നല്ല ലോങ് ആണല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്നത്തെ ദിവസം മുഴുവനും മഴയായിരിക്കുന്നു. പക്ഷെ പോകുന്ന വഴിക്കൊന്നും അധികം മഴയില്ലായിരുന്നു കേട്ടോ. നമ്മളെപ്പോൾ റെസ്റ്റ് എടുക്കാൻ നിർത്തിയാലും ഓരോ ചായ നമുക്ക് മസ്റ്റായിരുന്നു. കാരണം ഇങ്ങനെ ലോങ് റൂട്ടിൽ പോകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ചായ തന്നെയാണ്. അങ്ങനെ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ കൂടെയാണ് കേട്ടോ വിട്ടത് ഫുള്ള്. ഈ റോഡ് നേരെയാക്കിയിരുന്നെങ്കിൽ നമുക്ക് പോയി വരാൻ നല്ല സൗകര്യമായിരുന്നു. ഈ ഒരു സൈഡിലോട്ടൊക്കെയുള്ള ഈ റോഡ് ഇത്രയും പണിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ സൈഡിലോട്ട് ഇതിൻ്റെ പകുതി പണി പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്ക് നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. റോഡിലൊക്കെ നല്ല കോടയായിരുന്നു. ആ ലൈറ്റിൻ്റെ ഇതിൽ നമുക്ക് നന്നായിട്ടത് ഫീൽ ചെയ്തു. വലിയ തിരക്കുകളും കൂടി ഇല്ലാഞ്ഞതുകൊണ്ട് നല്ല രസമായിരുന്നു. നമുക്കത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കുന്നമംഗലത്തെത്തി കേട്ടോ. കുന്നമംഗലമായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഒരു ചായക്കപ്പിനകത്ത് വലിയ മഴ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ കണ്ട ഒരു ഐറ്റാണ് കുത്തബ് മിനാർ പോലെ നമ്മൾ റോഡിനെ നടുക്കാൻ നിൽക്കുന്നതെന്ന് തോന്നും. പക്ഷെ എന്തോ പാടത്താണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. എന്തിനാ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ